നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചോദ്യം അതാണ്, ലുക്ക മോഡ്രിച്ചിനെ വിട്ടുകളഞ്ഞതിൽ റയൽ മാഡ്രിഡിന് തെറ്റുപറ്റിയില്ലേ എന്ന്. സംഭവം അദ്ദേഹത്തിന് 40 വയസ്സായി, ശരി. പക്ഷെ ഇപ്പോഴും കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവാണ്. കഴിഞ്ഞ ദിവസം എസി മിലാൻ പീസക്കെതിരെ വിജയിച്ചു കയറുമ്പോൾ അവസാന ഘട്ടത്തില് വിജയ ഗോൾ ലുക്ക മോഡ്രിച്ചിന്റെ വക മിന്നും പ്രകടനം അദ്ദേഹം നടത്തി. സൂപ്പർ പ്രകടനത്തിനൊടുവിൽ ടീമിനെ അദ്ദേഹം വിജയത്തിലേക്ക് കൊണ്ടുപോയ ഗോളും നേടി. 24 കളി 53 പോയിന്റുമായിട്ട് മിലാൻ ഇപ്പോൾ സീരിയയിൽ രണ്ടാമതാണ്. ഈ ഗോളുണ്ടല്ലോ 24ാമത്തെ വർഷം തുടർച്ചയായി 24ാമത്തെ കലണ്ടർ ഇയറിലാണ് ലുക്ക മോഡ്രിച്ചിന്റെ വക ഗോൾ വരുന്നത്. ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും റയൽ ആരാധകർക്ക് സങ്കടമുണ്ട്. ലുക്ക മോഡ്രിച്ച് ആഗ്രഹിച്ചതാണ് ഒരു വർഷം കൂടി അവിടെ എക്സ്റ്റെൻഡ് ചെയ്യണം, റയൽ മാഡ്രിഡിൽ കളിക്കണമെന്ന്. അദ്ദേഹം തന്നെ അത് പലവട്ടം തുറന്നു പറഞ്ഞതാണ്. പക്ഷേ റയൽ തീരുമാനമെടുത്ത് അതിന് നേരെ ഓപ്പോസിറ്റാണ്, അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. എന്നിട്ട് യുവതാരങ്ങൾ മാത്രമുള്ളൊരു മധ്യനിരയായി. ഈ മധ്യനിരയിൽ അവരെ ലീഡ് ചെയ്യാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലുക്ക മോഡ്രിച്ച് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സീസണിൽ കഥ മാറിയേനെ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. റയലിന് അബദ്ധം പറ്റി എന്നുള്ളത് അവരുടെ ആരാധകർ പോലും സമ്മതിക്കും. പക്ഷേ എസി മിലാന് ലഭിച്ചത് ലോട്ടറി തന്നെയാണ്. ഈ പ്രായത്തിലും മിന്നും പ്രകടനം ലുക്ക മോഡ്രിച്ച് തുടരുന്നു. യെസ്, നോക്കുക, ഇപ്പോഴും അദ്ദേഹം കളിയിൽ ഡിസിസീവായിട്ടുള്ള പെർഫോമൻസ് നടത്തുന്നു. കളികളുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നു. യെസ്, ലുക്ക ഒരു ലെജൻഡാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.